വെറും ഒരു സെക്കൻഡ് കൊണ്ട് ഈ തണ്ണിമത്തൻ കഴിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഹലോ ഫ്രണ്ട്സ്, വെറും ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒന്ന് കണ്ണടച്ച് തുറക്കാനാകുമായിരിക്കും അല്ലേ? എന്നാൽ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ നമ്മുടെ നാട്ടിലെ ചില ബിരുദന്മാർ ചെയ്ത ചില ഈറ്റിംഗ് ചലഞ്ചുകളാണ് ഇന്ന് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. വേഗതയുടെ കാര്യത്തിൽ ഒരു റോബോട്ടിനെ പോലും തോൽപ്പിച്ചു കളയുന്ന പെർഫോമൻസ് ആണ് ഇവരുടേത്. ഒരു സെക്കൻഡ് കൊണ്ട് പഴം കഴിക്കുന്ന ആൾ മുതൽ ഒരു സെക്കൻഡിൽ തണ്ണിമത്തൻ അകത്താക്കുന്ന ആളുകളെ വരെ നിങ്ങൾക്കിവിടെ കാണാം. അതുമാത്രമല്ല, ഐസ്ക്രീം ചലഞ്ച്, ഒരു സെക്കൻഡിൽ ഒരു കുപ്പി വെള്ളം കുടിക്കുന്ന ആളുകൾ തുടങ്ങി മിന്നൽ വേഗത്തിൽ പിസ്സ ബോക്സുകൾ ഫോൾഡ് ചെയ്യുന്ന ആളുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. കേട്ടിട്ട് വിശ്വാസം വരുന്നില്ലേ? എങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ അവിശ്വസനീയമായ കാഴ്ചകൾ കാണാൻ റെഡിയായിക്കോളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ. നമ്പർ 9. നൂഡിൽസ് കഴിക്കുകയാണെങ്കിൽ ദേ ഇങ്ങനെ കഴിക്കണം. നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? നല്ല മഴ പെയ്യുമ്പോൾ ചൂട് നൂഡിൽസ് ആസ്വദിച്ച് കഴിക്കുവാൻ ഇഷ്ടപ്പെടാത്തവരായി ആരാണ് ഉണ്ടാവുക, അല്ലേ? എന്നാൽ ഇവിടെ ഈ പുള്ളിക്കാരൻ വെറും ഒരു സെക്കൻഡ് കൊണ്ട് ഒരു പ്ലേറ്റ് നൂഡിൽസ് അകത്താക്കിയിരിക്കുകയാണ്. അമ്പോ, ഇതെന്തൊരു മനുഷ്യൻ എന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്? എങ്കിൽ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കൂടി ഒന്ന് കണ്ടുനോക്കൂ. ഇവിടെ ഇതാ ഈ പെൺകുട്ടി എത്ര വേഗത്തിലാണ് ഇത്രയധികം നൂഡിൽസ് ഒറ്റയ്ക്കകത്താക്കുന്നത് എന്ന് കണ്ടോ? ഇതുപോലൊരു പ്ലേറ്റ് നൂഡിൽസ് കഴിച്ചു തീർക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? ഇനി ഈ ഫാസ്റ്റസ്റ്റ് ഈറ്റിംഗ് ഒരു കോമ്പറ്റീഷനായി എടുത്ത ഒരാളെ കണ്ടാലോ? ഇതാണ് പീറ്റർ സിസർവൈൻസ്കി. പുള്ളി ചില്ലറക്കാരനല്ല കേട്ടോ. 2013 ഏറ്റവും വേഗത്തിൽ ഒരു പ്ലേറ്റ് പാസ്ത കഴിച്ചുകൊണ്ട് പീറ്റർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി. വെറും 41 സെക്കൻഡ് കൊണ്ടാണ് 100 ഗ്രാം പാസ്ത പീറ്റർ കഴിച്ചത്. ഇതുപോലൊരു റെക്കോർഡ് സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്പർ 8. ഒറ്റ സെക്കൻഡിൽ പഴം വിഴുങ്ങാം. ഒരു നേന്ത്രപ്പഴം കഴിക്കാൻ നിങ്ങൾക്ക് എത്ര നേരം വേണം? 5 മിനിറ്റോ അതോ 10 മിനിറ്റോ? എന്നാൽ വെറും ഒരു സെക്കൻഡിൽ പഴം കഴിക്കാനാകുമെന്ന് പറഞ്ഞാലോ? ഇത് വെറും തള്ളല്ല കേട്ടോ. എങ്കിൽ ഇവിടെ ഇതാ ഈ പുള്ളിക്കാരൻ വെറും ഒരു സെക്കൻഡ് കൊണ്ടാണ് ഈ പഴം അകത്താക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിനെ പോലും വിശ്വസിക്കാനാവുന്നില്ലല്ലേ? സംശയം തീർക്കാൻ നമുക്കിതൊന്ന് സ്ലോ മോഷനിൽ കണ്ടാലോ? ഒരു രക്ഷയുമില്ല, പുള്ളിയാള് കേമൻ തന്നെ. ദേ നോക്കിയേ, നീണ്ട ഒരു ശ്വാസം എടുക്കുന്നതിലും വേഗത്തിലല്ലേ ഇയാൾ ഈ പഴം വിഴുങ്ങുന്നത്. പുള്ളിയുടെ വായിൽ ഇനി പല്ലില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം കണ്ട് നിങ്ങളിതൊന്നും വീടുകളിൽ അനുകരിച്ചേക്കല്ലേ. നമ്പർ 7. ഒരു സെക്കൻഡിൽ ഒരു കുപ്പി വെള്ളം. ഇവിടെ ഇതാ കുറച്ചാളുകൾ മറ്റൊരു ചലഞ്ചുമായി എത്തിയിരിക്കുകയാണ്. ഡ്രിങ്കിങ് വാട്ടർ ഇൻ 1 സെക്കൻഡ്. അതെ, വെറും ഒരു സെക്കൻഡിൽ ഒരു കുപ്പി വെള്ളം കുടിച്ചു തീർക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഇനി ഇത് കണ്ട് പരീക്ഷിച്ച് നോക്കുകയൊന്നും വേണ്ട കേട്ടോ. ഒറ്റ വലിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ദേ ഇവരിതിങ്ങനെ ഒറ്റ വലിക്ക് ഒരു കുപ്പി വെള്ളം ഒറ്റ സെക്കൻഡിൽ കുടിക്കുന്നത്. ആദ്യം ശ്രമിച്ചയാൾ 3 സെക്കൻഡ് എടുത്തപ്പോൾ രണ്ടാമൻ കൃത്യമായി ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ഒറ്റ വലി കൊണ്ട് ഒരു കുപ്പി വെള്ളം ഒരു തുള്ളിയില്ലാതകത്താക്കി. എന്നാൽ മൂന്നാമൻ ഒരു സെക്കൻഡ് കൊണ്ട് കുടിക്കുന്നതിന് പകരം കുളിക്കുകയാണ് ചെയ്തത്. നമ്മൾ ചെയ്താൽ മിക്കവാറും ഇതാവും അവസ്ഥ. അതിപ്പോ ഒരു ചലഞ്ച് ആവുമ്പോ എല്ലാവരും ജയിക്കണമെന്നില്ലല്ലോ, അല്ലേ? നമ്പർ 6. കൊതിയൂറും ഐസ്ക്രീം ചലഞ്ച്. പലതരത്തിലുള്ള ചലഞ്ചുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇനി വളരെ സ്വീറ്റായ ഒരു ചലഞ്ച് കണ്ടാലോ? ഐസ്ക്രീം ഇഷ്ടമല്ലാത്തവരെ ആരാണുള്ളത്, അല്ലേ? നല്ല തണുത്ത ഐസ്ക്രീം ഒറ്റയടിക്ക് തിന്നാൽ തല മരവിച്ച് പോകുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു ഐസ്ക്രീം ചലഞ്ച് തന്നെയാണ് നടക്കുന്നത്. അതും സാധാരണ ഐസ്ക്രീം അല്ല, ഒരു വലിയ ഐസ്ക്രീം. ഇയാളുടെ തീറ്റ കണ്ടാൽ ആരുടെ കണ്ണാണെങ്കിലും ഒന്ന് തള്ളിപ്പോകും. ദേ ഈ ചേട്ടൻ 35 സെക്കൻഡ് കൊണ്ടാണ് ഈ ചലഞ്ച് പൂർത്തിയാക്കിയിരിക്കുന്നത്. പുള്ളി അത് വേഗത്തിൽ കഴിക്കുക മാത്രമല്ല നന്നായി എൻജോയ് ചെയ്യുകയും ചെയ്തെന്ന് തോന്നുന്നു. ഇതുപോലൊരു ഐസ്ക്രീം ചലഞ്ചുമായി നിങ്ങളുടെ മുന്നിലും ആരെങ്കിലും വന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹം തോന്നിയവർ താഴെയൊന്ന് കമന്റ് ചെയ്തേക്കണേ. നമ്പർ 5. പ്രിങ്കിൾസ് ഒറ്റ സെക്കൻഡിൽ അകത്താക്കാമോ? നിങ്ങളുടെ ഫേവറേറ്റ് സ്നാക്സ് എന്താണ്? വളരെ ക്രഞ്ചിയും ടേസ്റ്റിയുമായ പ്രിങ്കിൾസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? സിനിമയൊക്കെ കണ്ടുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് പ്രിങ്കിൾസ് കറുമുറ തിന്നാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എന്നാൽ ഇവിടെ ഈ ചേട്ടൻ വളരെ വേഗത്തിലാണ് പ്രിങ്കിൾസ് അകത്താക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാകില്ല, അതിവേഗത്തിലാണ് ഇയാൾ ഇപ്പോൾ പ്രിങ്കിൾസ് കഴിക്കുന്നത്. ഏകദേശം 14 സെക്കൻഡ് കൊണ്ടാണ് ഒരു ബോട്ടിൽ പ്രിങ്കിൾസ് ഇയാൾ തീർത്തത്. സംഗതി എന്തായാലും അത്ര എളുപ്പമൊന്നും അല്ലെന്ന് തോന്നുന്നു. കണ്ടില്ലേ പുള്ളി ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത്? ഫാക്സ് മോജോയുടെ എപ്പിസോഡുകൾ മുടങ്ങാതെ ആസ്വദിക്കുന്നതിനായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുതേ. നമ്പർ 4. ഒറ്റ സെക്കൻഡിൽ തണ്ണിമത്തൻ കാലിയായി. നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ മുഴുവനായി കഴിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പറയാമോ? മിക്കവാറും ഒരു മുന്തിരിയോ ഏറി വന്നാൽ ഒരു ഓറഞ്ചോ പറ്റുമായിരിക്കും, അല്ലേ?
എന്നാൽ ഒരു സെക്കൻഡിൽ ഒരു തണ്ണിമത്തൻ തന്നെ കഴിക്കാൻ ശ്രമിക്കുന്ന ചിലരെ നമുക്കിവിടെ കാണാം. ആദ്യം ഒരു കഷ്ണം കഴിച്ചു തീർക്കാൻ ശ്രമിച്ചു നോക്കാം, അല്ലേ? ഈ യുവാവ് എത്ര അനായാസമായിട്ടാണ് ഒരു പീസ് കഴിച്ചു തീർത്തത്, അല്ലേ? ഇയാളുടെ തീറ്റ കണ്ടപ്പോൾ പുല്ല് വെട്ടുന്ന മെഷീൻ ഓർമ്മ വന്നവർ കമന്റ് ചെയ്യണേ. എന്നാൽ ഇതൊന്ന് കണ്ടു നോക്കൂ. ഒരു കേമൻ ഒരു മുഴു തണ്ണിമത്തൻ തന്നെ ഒരു നിമിഷം കൊണ്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുന്നു. തൊലി കളഞ്ഞ് ഭംഗിയായി വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ അതിവേഗത്തിൽ കരണ്ട് തിന്നാൻ ശ്രമിക്കുന്ന അദ്ദേഹം പക്ഷേ അതിൽ വിജയിച്ചോ എന്ന് സംശയമാണ്. കാരണം കരണ്ട് തിന്നുന്ന സ്പീഡ് കൂടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറെ ഭാഗമൊക്കെ പുറത്താണ് പോകുന്നത്. എന്നാൽ ഇനി രണ്ട് കൂട്ടുകാരുടെ ശ്രമം കൂടി ഒന്ന് കണ്ടു നോക്കാം. സ്റ്റാർട്ട്, റെഡി, 1. കൂടെ നിൽക്കുന്ന പെൺകുട്ടി എന്താ സംഭവിച്ചതെന്നറിയാതെ പ്ലിങ് ആയി നിൽക്കുന്നത് കാണാം. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ അവന്റെ കയ്യിലെ തണ്ണിമത്തൻ തീർന്നിരിക്കുന്നു. എന്തൊരു സ്പീഡാണിത്! വീഡിയോ സ്പീഡൊന്ന് കുറച്ച് സ്ലോ മോഷനിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവൻ ഒരു പുലി തന്നെ. ഒപ്പമുള്ള യുവതി ഒന്ന് ടേസ്റ്റ് നോക്കിയതുപോലുമില്ല. ആശാന്റെ കയ്യിലെ കഷ്ണം വയറ്റിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവനാണ് നമ്മൾ കാത്തിരുന്ന വിജയി. നമ്പർ 3. അതിവേഗത്തിൽ മക്ഡൊണാൾഡ്സ് കഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഭക്ഷണം വളരെ ആസ്വദിച്ച് കഴിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇനി നമുക്ക് ചില പ്രൊഫഷണൽ ഈറ്റേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. പ്രൊഫഷണൽ കുക്ക് എന്നൊക്കെ പറയും പോലെ എന്താണ് ഈ പ്രൊഫഷണൽ ഈറ്റേഴ്സ് എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? വലിയ അളവിൽ ഭക്ഷണം കഴിച്ച് ആ വീഡിയോ യൂട്യൂബിലിട്ട് വരുമാനം നേടുന്ന ഇവരെ മക്ബാങ് ഈറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിൽ കോടികൾ കൊയ്യുന്ന 2 മക്ബാങ് പാർട്ടിസിപ്പൻസിനെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി നിങ്ങൾ കാണാൻ പോകുന്നത് മാറ്റ് സ്റ്റോണിയെയാണ്. പുള്ളിക്ക് സ്വന്തമായി ഒരു മക്ബാങ് യൂട്യൂബ് ചാനൽ തന്നെയുണ്ട്. ഈ ചാനലിൽ ഇയാൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ വീഡിയോയിൽ മാറ്റ് സ്റ്റോണി അതിവേഗത്തിൽ ഒരു വലിയ ബർഗറാണ് അകത്താക്കുന്നത്. 1 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല ഈ ഒരു സാഹസത്തിന്. മാറ്റ് സ്റ്റോണിയുടെ വേഗത കണ്ട് നിങ്ങൾ തരിച്ചിരിക്കുകയാണോ? ബർഗർ മാത്രമല്ല, 1 മിനിറ്റ് കൊണ്ട് 17 മക്ഡൊണാൾഡ്സ് ഹാഷ് ബ്രൗൺസ് ആണ് പുള്ളിക്കാരൻ അകത്താക്കിയിരിക്കുന്നത്. തീറ്റ റപ്പായിയെ പോലും തോൽപ്പിക്കുന്ന പ്രകടനമാണ് മാറ്റ് സ്റ്റോണി കാഴ്ചവെച്ചത്. ഇനി അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് മക്ബാങ് യൂട്യൂബേഴ്സിൽ പ്രശസ്തനായ ഫ്യൂരിയസ് പീറ്റിയെയാണ്. ഒരു വലിയ പിസ്സ നിമിഷ നേരം കൊണ്ടല്ലേ പീറ്റിയുടെ വയറ്റിലെത്തിയത്. കഴിക്കുന്നതെല്ലാം വെറുതെ എടുത്ത് വീഡിയോ എടുക്കുക മാത്രമല്ല, അതിൽ നിന്നും കോടികൾ കൊയ്തെടുക്കുകയും ചെയ്യുന്നവരിവിടെയുണ്ട്. മക്ബാങ്ങിന്റെ കൂടുതൽ വീഡിയോകൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യൂ. നമ്പർ 2. ഫാസ്റ്റ് പിസ്സ ബോക്സ് ഫോൾഡിംഗ്. ഇതുവരെ നമ്മൾ കണ്ടത് അതിവേഗ തീറ്റക്കാരെയാണെങ്കിൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഏറ്റവും വേഗത്തിൽ പിസ്സ ബോക്സ് ഫോൾഡ് ചെയ്യുന്ന കാഴ്ചയാണ്. ഡൊമിനോസ് പിസ്സയുടെ വലിയ ബോക്സാണ് ഇവിടെ ഫോൾഡ് ചെയ്യുന്നത്. 30 സെക്കൻഡിൽ 13 ബോക്സാണ് ഇയാൾ ഫോൾഡ് ചെയ്തത്. ഏകാഗ്രതയും കൈയടക്കവും വേഗതയും ഒത്തുചേരുന്ന ഈ പുള്ളിക്കാരന്റെ സ്പീഡ് കാണുമ്പോൾ ഇങ്ങേരൊരു റോബോട്ടാണോ എന്ന് സംശയം തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തായാലും ഇതുപോലൊരു പണിക്കാരനെ കിട്ടാൻ ഏത് മുതലാളിയും കൊതിക്കും, അല്ലേ? നമ്പർ 1. ഒറ്റ വലിക്ക് 50 പച്ചമുട്ട. ഇനി കാണാൻ പോകുന്ന വീഡിയോ ശരിക്കും നിങ്ങളുടെ കണ്ണു തള്ളിക്കും. നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ ഒന്നുമല്ല എന്ന് തോന്നിപ്പോകും ഈ പെർഫോമൻസ് കണ്ടാൽ. 50 പച്ചമുട്ട 15 സെക്കൻഡ് കൊണ്ടാണ് ഇയാൾ അകത്താക്കുന്നത്. ആദ്യം തന്നെ മുട്ടകളെല്ലാം പൊട്ടിച്ച് ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷമാണ് വെറും സെക്കൻഡുകൾ കൊണ്ട് അവയെല്ലാം അകത്താക്കിയത്. 10 മുട്ടകൾ വീതം 5 ഗ്ലാസുകളിലാക്കി ഓരോ ഗ്ലാസും ഒറ്റ വലിക്കാണ് ഇദ്ദേഹം അകത്താക്കുന്നത്. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി 5 ഗ്ലാസ്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുവെന്നല്ലേ? വെറും ജ്യൂസ് കുടിക്കുന്ന ലാഘവത്തോടെയല്ലേ ഇയാൾ 50 മുട്ട വെച്ച് ഗീച്ചുന്നത്? എന്തായാലും നല്ലൊരു തുക മാസം മുട്ട വാങ്ങാൻ ഇദ്ദേഹത്തിന് ചെലവുണ്ടാകുമെന്നുറപ്പാണ്. ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്ത് നോക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഫാക്സ് മോജോയുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചലഞ്ച് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുവാൻ മറക്കരുത്. കൂടാതെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.